ഈ വീഡിയോയിൽ പ്രധാനപ്പെട്ട കുറച്ച് വിഷയങ്ങൾ മാത്രമാണ് നമ്മൾ നോക്കുന്നത്. അതിൽ NIBE നമ്മളുടെ ഇന്ത്യയുടെ ഡിഫൻസ് മാനുഫാക്ചറിങ് കമ്പനി തന്നെയാണ്. NIBE ലിമിറ്റഡ് കമ്പനിയാണ്. ഈ കമ്പനി ഇസ്രായേലിന്റെ എൽബിറ്റ് സിസ്റ്റംസുമായിട്ട് ഒരു എഗ്രിമെന്റ് സൈൻ ചെയ്തിരിക്കുകയാണ്. ഇത് എന്തിനാണെന്ന് പറഞ്ഞാൽ ഇത് അഡ്വാൻസ്ഡ് റോക്കറ്റ് ലോഞ്ചർ സിസ്റ്റം ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു കരാർ ഇസ്രായേലും ഇന്ത്യയും തമ്മിൽ ധാരണയായിരിക്കുന്നത്. ഈ അഡ്വാൻസ്ഡ് റോക്കറ്റ് ലോഞ്ചർ ഇന്ത്യക്കുള്ളിലാണ് മാനുഫാക്ചറിങ് ചെയ്യുന്നത്. തീർച്ചയായിട്ടും ഇസ്രായേലിന്റെ മെയിൻ പ്രോജക്റ്റുകളെല്ലാം തന്നെ ഇപ്പോൾ എൽബിറ്റ് സിസ്റ്റംസ് പറഞ്ഞ ആ ഒരു കമ്പനിയിൽ മെയിനായിട്ട് എല്ലാം തന്നെ ഇപ്പോൾ ഇന്ത്യയിലാണ്, മെജോറിറ്റി 80% ഇപ്പോൾ ഇന്ത്യയിലാണ് മാനുഫാക്ചറിങ് നടക്കുന്നത്. അപ്പോൾ ഇതിന് പേര് തന്നെ സൂര്യ എന്നാണ് ഇട്ടിരിക്കുന്നത്. ഇതിന് വേറൊരു പേര് ഡിഫൈൻ ചെയ്ത് മോഡിഫൈ ചെയ്ത് ഇസ്രായേൽ ഇത് ഉപയോഗിക്കുകയും ചെയ്യും. രണ്ടുപേർക്കും ഉപയോഗിക്കത്തക്ക രീതിയിലാണ് ഈ ഒരു റോക്കറ്റ് ലോഞ്ചർ സിസ്റ്റം ഡെവലപ്പ് ചെയ്യുന്നത്. ഇത് ശരിക്കും പ്രിസിഷൻസ് അറ്റാക്ക് നടത്താൻ പാകത്തിനുള്ള റോക്കറ്റ് ലോഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഇതിന്റെ ബേസിക് ഡിസൈൻ എന്ന് പറയുന്നത് ഇത് 300 കിലോമീറ്റർ വരെയുള്ള ടാർഗറ്റുകൾ, 300 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആവാം, 320, 350 ആ റേഞ്ചിൽ 300 കിലോമീറ്റർ ആണ് ഇതിന്റെ ഒരു റേഞ്ച് പറയപ്പെടുന്നത്. നമ്മുടെ ഇന്ത്യയിൽ പഞ്ചാബ് സ്റ്റേറ്റിന്റെ ഉള്ളിൽ നിന്നും ഒരു 5 പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇത് ISIയുമായിട്ട് ബന്ധമുള്ള, ISI എന്ന് പറഞ്ഞാൽ അറിയാലോ, പാകിസ്ഥാന്റെ ഇന്റലിജൻസ് ആണ്. അവരുമായിട്ട് ബന്ധമുള്ള കുറച്ച് ആയുധങ്ങൾ ഇവർ കൈവശം വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് ചിലപ്പോൾ ഡ്രോൺ വഴി ഇവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് വരുത്തിയതാവാം, ഇല്ലെങ്കിൽ ഇവര് ബൈ ഹാൻഡ് വഴി ഈ ഒരു പേഴ്സൺ ടു പേഴ്സൺ ട്രാൻസ്ഫർ ചെയ്ത് കിട്ടിയതാവാം. പക്ഷെ എന്തായാലും ഇവരുടെ കയ്യിൽ ബൾക്കായിട്ടുള്ള ISI കണക്ഷനുള്ള, ISI ലിങ്ക് ഉള്ള വെപ്പൺ ഇവരുടെ കയ്യിൽ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ഒരാളെയാണ് ആദ്യം അറസ്റ്റ് ചെയ്തത്. പിന്നെ അവനെ പിടിച്ചിട്ട് 4 ഇടി കൊടുത്തിട്ട് ചോദിച്ചപ്പോഴത്തേക്കും അവൻ ബാക്കിയുള്ള 4 പേരെയും കൂടെ കൈ കാണിച്ച് ആ 4 പേരെയും കൂടെ ചേർത്ത് മൊത്തത്തിൽ 5 പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇന്ത്യ സിംഗപ്പൂർ ജോയിന്റ് മിലിറ്ററി എക്സസൈസ് ഇന്ത്യക്കുള്ളിൽ നടക്കുകയാണ്, ജോധ്പൂരിൽ. അത് 27-ാം തീയതി തുടങ്ങിയതാണ്. അത് ഓഗസ്റ്റ് 4-ാം തീയതി വരെ ഇത് കണ്ടിന്യൂ ചെയ്യും. ആ ഒരു എക്സസൈസ് ഇന്ത്യക്കുള്ളിൽ നടക്കുന്നുണ്ട്, ഇന്ത്യയും സിംഗപ്പൂരും തമ്മിൽ. അതുപോലെ തന്നെ മലേഷ്യക്കുള്ളിൽ നല്ല രീതിയിലുള്ള പ്രതിഷേധം, മലേഷ്യൻ പ്രൈം മിനിസ്റ്റർക്കെതിരെയാണ് ഈ ഒരു പ്രതിഷേധം അവിടെ ആഞ്ഞടിക്കുന്നത്. മലേഷ്യയിൽ ഈ ഒരു പ്രൊട്ടസ്റ്റ് തുടങ്ങിയിട്ട് 2-3 ദിവസമായി. എന്നാലും പല രീതിയിലുള്ള ചർച്ചകളൊക്കെ മലേഷ്യയിലാണ് നടക്കുന്നത്. പ്രത്യേകിച്ച് കംബോഡിയ തായ്ലാന്റ് ഇഷ്യൂമായിട്ട് ബന്ധപ്പെട്ട ചർച്ച നടക്കുന്നത് മലേഷ്യയിലാണ്. ഈ വർഷത്തെ കഴിഞ്ഞ ആസിയാൻ മീറ്റിംഗ് 2025 നടന്നതും മലേഷ്യയിലാണ്. പക്ഷേ മലേഷ്യയിലെ ഇന്റർണൽ പൊളിറ്റിക്സിലുള്ള വിഷയം കൊണ്ട് അവിടുത്തെ ഗവൺമെന്റിനെ അട്ടിമറിക്കാൻ വേണ്ടിയിട്ട് പ്രതിപക്ഷ പാർട്ടികൾ ഒരുമിച്ച് ഇറങ്ങിയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇപ്പോഴത്തെ ഭരണകക്ഷിക്കെതിരെ ഒരു പ്രതിഷേധം അവിടെ ആഞ്ഞടിക്കുന്നുണ്ട് മലേഷ്യയിൽ. പാട്രിയോട്ടിസം അഥവാ ഒരു നാഷണലിസം എന്ന് പറയുമ്പോഴത്തേക്കും ശശി തരൂരിനെ ഇന്ന് നമുക്ക് പറയാതെ പോകാൻ വയ്യ. ശശി തരൂരിന്റെ ഒരു പ്രസംഗം തീർച്ചയായിട്ടും പാർലമെന്റിൽ നിർമ്മലാ സീതാരാമന് പോയിന്റ് ടു പോയിന്റ് ഉള്ള ക്വസ്റ്റ്യൻസ് ആണ് ഉന്നയിച്ചത്. അത് പബ്ലിക് ഡൊമൈനിൽ അവൈലബിൾ ആണ് ആ സ്പീച്ച്. ഞാനിവിടെ കൂടുതലായിട്ട് അത് അറ്റാച്ച് ചെയ്ത് വീഡിയോയുടെ ലെങ്ത് ഞാൻ കൂട്ടുന്നില്ല. ഇന്ത്യൻ മീഡിയയിൽ ശരിക്കും ഡൊമൈനിൽ അവൈലബിൾ. വളരെ വ്യക്തമായിട്ടുള്ള ചോദ്യങ്ങൾ, അതായത് ഒരു പ്രതിപക്ഷ നേതാവ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് കാര്യങ്ങൾ ചോദിക്കേണ്ടത്, എങ്ങനെയാണ് വ്യക്തമായിട്ട് പോയിന്റ് ടു പോയിന്റ് സംസാരിക്കേണ്ടത് എന്നുള്ളതിന്റെ ഒരു ഉത്തമ ഉദാഹരണം, ഒരു മാതൃകയാണ് ശശി തരൂർ. അങ്ങനെ തന്നെ പറയേണ്ടി വരും. കാരണം ആ രീതിയിലുള്ള ചോദ്യങ്ങളാണ് ത്രൂ ഔട്ട് നമ്മൾ ഓരോരുത്തരും കേൾക്കേണ്ട വിഷയമാണ്. കാരണം ആ ശശി തരൂരിന്റെ ആ ഒരു സ്പീച്ച് തന്നെ നമുക്കൊരു വീഡിയോ തന്നെ ചെയ്യാനുണ്ടാവും. ആ രീതിയിലാണ് ശശി തരൂര് സെൻട്രൽ ഗവൺമെന്റിനെതിരെ, പ്രത്യേകിച്ച് ടാക്സ് സിസ്റ്റത്തിനെതിരെ, GSTക്കെതിരെ, ചായക്കടകളിൽ നമ്മൾ ചായ കുടിക്കുമ്പോഴത്തേക്കും പേ ചെയ്യുന്ന GST എവിടെ പോകുന്നു എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും അത് വളരെ റീസണബിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഈ ഹോട്ടലുകാരൻ എവിടെയാണ് GST അടയ്ക്കുന്നത്? പക്ഷെ GST നമ്മുടെ നിന്ന് മേടിക്കുന്നുണ്ട്. അപ്പൊ ഇതേപോലെ ഫണ്ട് ഒരുപാട് പല സ്ഥലങ്ങളിലും അക്കൗണ്ടബിലിറ്റി ഇല്ലാതെ പോകുന്നു എന്നുള്ളത് വളരെ പ്രിസൈസ് ആയിട്ട് വ്യക്തമായിട്ട് ചൂണ്ടിക്കാണിക്കുകയുണ്ടായി ശശി തരൂർ. വളരെ ഡിഗ്നിറ്റിയോടുകൂടി വളരെ പൊളൈറ്റ് ആയിട്ട് തന്നെയാണ് കാര്യങ്ങളെല്ലാം തന്നെ വിശദീകരിച്ചത്. വളരെ ഇംപ്രസീവാണ്. കേരളത്തിൽ നിന്നുള്ള ഒരു വ്യക്തി ഈ രീതിയിൽ സെൻട്രൽ ഗവൺമെന്റിനെ ക്വസ്റ്റ്യൻ ചെയ്തുകൊണ്ട് പാർലമെന്റിൽ റെപ്രസെന്റ് ചെയ്യുന്ന വേറെ വ്യക്തികൾ ഉണ്ടാവില്ല. ആ രീതിയിലാണ് പുള്ളിയുടെ പെർഫോമൻസ്. ഇൻഫാക്ട് രാഹുൽ ഗാന്ധി ഒന്നുമല്ല എന്നുള്ളത് 100% വ്യക്തമാക്കുന്ന രീതിയിലുള്ള പ്രകടനമാണ് ശശി തരൂർ പാർലമെന്റിൽ കാഴ്ചവെച്ചത്. ഇതുപോലെ ഒറ്റൊരു വ്യക്തി, കോൺഗ്രസ് പാർട്ടിയിൽ നിന്നല്ല ഓപ്പോസിറ്റ് പാർട്ടിയിലുള്ള ഒറ്റ വ്യക്തികളും ഇതുപോലത്തെ പോയിന്റ് ബൈ പോയിന്റ് വളരെ റെസ്പെക്ട്ഫുൾ ആയിട്ട് സെൻട്രൽ ഗവൺമെന്റിനെ വിമർശിച്ച് ഞാൻ കണ്ടിട്ടില്ല. ഇൻവേർട്ടഡ് കോമ കേട്ടോ, കേരളത്തിലുള്ള, അതും കൂടെ വളരെ വ്യക്തമായിട്ട് നിങ്ങൾ മനസ്സിലാക്കണം. പിന്നെ മറ്റുള്ള നേതാക്കളെയൊക്കെ എടുത്തുകൊണ്ട് ഇവിടെ ലിസ്റ്റ് ചെയ്യരുത്. ഇത് പൊളിറ്റിക്കൽ ചർച്ചയല്ല ഉദ്ദേശിക്കുന്നത്. ഇന്ത്യൻ ആർമി പറഞ്ഞിരിക്കുന്നത് വെദർ റഫേൽ അല്ലെങ്കിൽ F-35 ഈ 2 ചർച്ചകൾ മാറ്റി വെച്ചോളൂ.
ഇന്നലെ ഡിഫൻസ് മിനിസ്ട്രി ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ, റഫേൽ ആണോ പിന്നെ F-35 ആണോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അപ്പോൾ ആർമി പറഞ്ഞിരിക്കുന്നത് തൽക്കാലം 1,25,00,000 രൂപ തന്നു കഴിഞ്ഞാൽ നമ്മളുടെ എയർ ഡിഫൻസ് സിസ്റ്റം ശക്തിപ്പെടുത്തുന്നതുമായിട്ട് ബന്ധപ്പെട്ട് പ്രോജക്റ്റിൽ ചില ഇംപ്രൂവ്മെന്റുകൾ ചെയ്യാനുണ്ട്. അതാണ് ആർമിക്ക് ഇപ്പം ഏറ്റവും അത്യാവശ്യം എന്ന് പറഞ്ഞിരിക്കുന്നത്. നമ്മളുടെ എയർ ഡിഫൻസ് സിസ്റ്റം ശക്തിപ്പെടുത്തുക എന്നുള്ളതാണ് ആർമിയുടെ പ്രയോറിറ്റി ആയിട്ട് ആർമി ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. തീർച്ചയായിട്ടും ഫൈറ്റർ ജെറ്റുകളെ കുറിച്ചുള്ള ഡിസ്കഷൻ പുരോഗമിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് അതിന്റെ ഫൈനൽ ഡിസിഷൻ വന്നിട്ടില്ല. അതിന്റെ സ്ക്രീൻഷോട്ട് ഞാനിവിടെ താഴെ ആഡ് ചെയ്തിട്ടുണ്ട്. ഇന്ത്യയുടെ ഡിഫൻസ് മേഖലയിൽ നിന്ന് വരുന്ന ന്യൂസ് തന്നെയാണ് ഞാനിവിടെ കട്ട് ചെയ്ത് ഇവിടെ വെച്ചിരിക്കുന്നത്. അപ്പൊ ഇതാണ് വന്നിരിക്കുന്ന വാർത്ത. പ്രൈം മിനിസ്റ്റർ മോദിയുടെ UK വിസിറ്റ് ഒക്കെ കഴിഞ്ഞ് വന്നു. അത് കഴിഞ്ഞിട്ട് യൂറോപ്യൻസ് ഇപ്പോഴും ഇന്ത്യയെ നോക്കിക്കാണെന്ന് പറഞ്ഞാൽ റഷ്യയുമായിട്ട് ചെയ്യുന്ന ഓയിൽ ഡീൽ അത് യൂറോപ്യൻസിനെ വളരെയധികം ബുദ്ധിമുട്ടിലാക്കുന്നു എന്ന് തന്നെയാണ് അവർ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിന് വിക്രം ദൊരൈസ്വാമി, പുള്ളി ഇന്ത്യൻ എൻവോയ് ആണ്, UK അംബാസിഡറാണ് ഇന്ത്യയുടെ. അപ്പം പുള്ളിയെടുത്ത് ഒരു ചോദ്യം, യൂറോപ്യൻസ് തന്നെയാണ് ഈ ഒരു ചോദ്യം മുന്നോട്ട് വെക്കുന്നത്. അത് റഷ്യൻ ഓയിൽ ഡീലുമായിട്ട് ബന്ധപ്പെട്ട് എന്താണ് പറയാനുള്ളത്? ഇന്ത്യ ഇപ്പോഴും റഷ്യയെ പ്രൊമോട്ട് ചെയ്യുകയില്ലേ? അതിലൂടെ ഉക്രൈൻ വാറിനെയും കൂടെ ഇൻഡയറക്റ്റ് ആയിട്ട് പ്രൊമോട്ട് ചെയ്യുകയില്ലേ എന്നാണ് ചോദ്യം. അതിന് വളരെ വ്യക്തമായിട്ടുള്ള മറുപടി, യൂറോപ്യൻ യൂണിയന്റെ ഡബിൾ സ്റ്റാൻഡേർഡ്, അവരെവിടെ നിന്നൊക്കെയാണ് ഓയിൽ മേടിക്കുന്നത് എന്നുള്ള മറുപടി ഒന്നും കൂടി ആവർത്തിച്ച് ഇന്ത്യ യൂറോപ്യൻ രാജ്യങ്ങൾക്ക്, വെസ്റ്റേൺ കൺട്രീസിന് കൃത്യമായിട്ടുള്ള മറുപടി കൊടുത്തിരിക്കുകയാണ്. BSF നമ്മളുടെ ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സിനെ നമ്മൾ പുതുതായിട്ട്, ഇത് ഒരുപാട് നാൾക്ക് മുമ്പേ നമ്മൾ ചെയ്യേണ്ടതാണ്, പക്ഷെ ഇത്തിരി വൈകിയെങ്കിലും നമ്മളിത് ചെയ്തിരിക്കുകയാണ്. അത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 5000 ബോഡി ക്യാം നമ്മളുടെ BSF ജവാൻസിന്റെ മേളിൽ നമ്മൾ ഫിക്സ് ചെയ്യാണ് അവരുടെ യൂണിഫോമിനോടൊപ്പം. ഇതുപോലെ ബയോമെട്രിക്കും കൂടി നമ്മൾ റെക്കോർഡ് ചെയ്യാണ്. ഇത് എന്തിനു സഹായിക്കുന്നു പറഞ്ഞാൽ എവിഡൻസ് കളക്ഷൻ ആണ് മെയിൻ ആയിട്ട് ഉദ്ദേശിക്കുന്നത്. കാരണം ഈ ബോർഡർ ഏരിയയിൽ എപ്പോഴും ക്ലാഷസ്, അങ്ങോട്ടും ഇങ്ങോട്ടും കോൺവെർസേഷൻസ് ഒക്കെ ഉണ്ടാകുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് ആർക്ക് എന്ത് സംഭവിച്ചു, ഏത് രീതിയിൽ നമ്മൾ ഇൻവെസ്റ്റിഗേഷൻ നടത്തണം, എന്താണ് ആക്ച്വലി സംഭവിച്ചത് എന്ന് മനസ്സിലാക്കാൻ തക്ക വണ്ണമാണ്, എവിഡൻസ് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ബോഡി ക്യാം നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. ഈ സിസ്റ്റം നമ്മൾ പണ്ടേ തന്നെ ഇംപ്ലിമെന്റ് ചെയ്യേണ്ടതായിരുന്നു, ഒരുപാട് വൈകിപ്പോയി. പക്ഷെ എന്നാലും നോർമലി IDF സോൾജേഴ്സ് ആണ്, ഇസ്രായേലിന്റെ IDF സോൾജേഴ്സ് ആണ് ഇത് പണ്ട് തൊട്ടേ യൂസ് ചെയ്തു വരുന്ന ഒരു സാധനമാണ് ഈ ഒരു ബോഡി ക്യാം. അതുകൊണ്ട് അവർക്ക് പല രീതിയിലും മറ്റുള്ള അലിഗേഷൻസ്, അതായത് ഗ്ലോബൽ അലിഗേഷൻസ്, ആ സംഗതികളെ തന്നെ പൊളിച്ചെടുക്കാൻ പലപ്പോഴും ഈ ബോഡി ക്യാമിലുള്ള വിഷ്വൽസ് ഇസ്രായേലിനെ ഒരുപാട് പിന്തുണച്ചിട്ടുണ്ട്. പല രീതിയിൽ ഇൻവെസ്റ്റിഗേഷൻ നടന്നാലും ഗ്ലോബൽ ഫോറംസിൽ, പല രീതിയിൽ ഇന്റർനാഷണൽ ക്രിമിനൽ കോർട്സ് ആയിക്കോട്ടെ, പല രീതിയിലുള്ള ഗ്ലോബൽ ഫോറം, UN ആയിക്കോട്ടെ, അവിടെയൊക്കെ വിളിച്ച് ഇസ്രായേലിനടുത്ത് എക്സ്പ്ലനേഷൻ ചോദിക്കുമ്പോഴത്തേക്കും ഇസ്രായേൽ ലൈവ് ഫൂട്ടേജ് അവിടെ കൊണ്ട് ഇട്ട് കൊടുക്കും. അതോട് തീരും അവരുടെ ചോദ്യം ഉത്തരവല്ല. അപ്പൊ ഇതുപോലെ തന്നെയാണ് പല ഗ്ലോബൽ ഫോറത്തിലും ഇസ്രായേലിന്റെ IDF സക്സസ്ഫുള്ളി അവരെ കൺവിൻസ് ചെയ്തിരിക്കുന്നത്. ഗ്ലോബൽ മീഡിയ, ഗ്ലോബൽ കമ്മ്യൂണിറ്റിയെ തന്നെ അവർ കൺവിൻസ് ചെയ്തിരിക്കുന്നത്. അപ്പൊ അതുപോലെ ഇന്ത്യ ചെയ്ത ഓപ്പറേഷൻസ്, ഇന്ത്യൻ സോൾജേഴ്സിന്റെ മുന്നിൽ നടക്കുന്ന വിഷയങ്ങൾ, ഇതെല്ലാം തന്നെ ഫൂട്ടേജ് ലൈവായിട്ട് നമുക്ക് ക്യാപ്ചർ ചെയ്യാൻ കഴിയും. ഇനി ഇന്ത്യൻ ആർമി ആരും ബോർഡർ സൈഡിൽ വന്നിട്ട്, പ്രത്യേകിച്ച് ബംഗ്ലാദേശിന്റെ ബോർഡർ സൈഡിലൊക്കെ വന്നിട്ട് ആരും ബ്ലെയിം ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു സൊല്യൂഷനാണ് ഇന്ത്യൻ ഗവൺമെന്റ് ഇപ്പം മുന്നോട്ട് വെക്കുന്നത്. അത് വളരെ നല്ല കാര്യമാണ്. പഹൽഗാം അറ്റാക്കിൽ ഏപ്രിൽ 22 26 പേരെ നിരുപാധികം വെടിവെച്ച് കൊന്ന ആ ഒരു ഇൻസിഡന്റ് പഹൽഗാമിൽ, ബൈസറൻ വാലിയിൽ നടന്ന ആ ഒരു സംഗതി, അതുമായിട്ട് ബന്ധപ്പെട്ട് 3 തീവ്രവാദികളെ നമ്മൾ തിരയുകയായിരുന്നു. അവരൊരുപക്ഷെ പാകിസ്ഥാനിലേക്ക് രക്ഷപ്പെട്ട് പോയിട്ടുണ്ടാവാം എന്നൊക്കെയുള്ള അനുമാനങ്ങളും പല രീതിയിലുള്ള അലിഗേഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇന്ത്യൻ ആർമി വളരെ സൈലന്റ് ആയിരുന്നു. ഇന്ത്യൻ ആർമി ചെറിയൊരു ബ്രേക്ക് കൊടുത്തു, റെസ്റ്റ്. കാരണം ഈ ഒരു ആക്രമണം നടന്ന ഉടനെ നമ്മൾ തൊട്ടു പുറകെ പോയി തെരഞ്ഞ് നടന്നു കഴിഞ്ഞാൽ അവര് എന്തായാലും ഇന്ത്യൻ ആർമി നമ്മളുടെ പുറകിൽ ഉണ്ടാവും എന്നുള്ളൊരു ഇന്റൻഷൻ അവർക്കുണ്ടാവും. അപ്പൊ അതുകൊണ്ട് തന്നെ അവരെവിടെയെങ്കിലൊക്കെ ഒളിച്ചും പാത്തൊക്കെ ഇരിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പൊ ഈ ഒരു സാഹചര്യത്തിൽ ഒരു ബഫർ ടൈം ആ തീവ്രവാദികൾക്ക് കൊടുത്തു. അതായത് ഇന്ത്യൻ ആർമി ഇപ്പോൾ ഒന്നും ചെയ്യുന്നില്ല എന്നുള്ളൊരു സ്ഥിതിയിലേക്ക് എത്തിച്ചു. എന്നിട്ട് ബോർഡറിൽ ഇവർ ക്രോസ് ചെയ്ത് രാജ്യം വിട്ട് പുറത്തു പോകാനുള്ള ഏരിയ എവിടെയൊക്കെ ഉണ്ടോ അവിടെയൊക്കെ ശക്തമായ രീതിയിലുള്ള സുരക്ഷ ഒരുക്കി നല്ല രീതിയിലുള്ള നിരീക്ഷണം നമ്മൾ നടത്തിയിട്ടുണ്ടായിരുന്നു. അതിനു പുറമെ ഇന്ത്യൻ ആർമി കഴിഞ്ഞ 14 ദിവസം കൊണ്ട് ഓപ്പറേഷൻ മഹാദേവ് ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. വളരെ കോൺഫിഡൻഷ്യൽ ആയിട്ട് തന്നെയാണ് ഇത് ലോഞ്ച് ചെയ്തിരുന്നത്. അപ്പൊ അതില് 28 ഇന്ന് സുലൈമാൻ മൂസ അഥവാ ഹാഷിം മൂസ എന്ന് വിളിക്കപ്പെടുന്ന പാകിസ്ഥാൻ ആർമിയിൽ എലൈറ്റ് ഗ്രൂപ്പിൽ SSG സ്പെഷ്യൽ സർവീസ് ഗ്രൂപ്പിൽ പ്രവർത്തിച്ചിരുന്ന ഈ ISI കാരനായിട്ടുള്ള ഈ ഹാഷിം മൂസ അഥവാ സുലൈമാൻ മൂസ എന്ന് വിളിക്കപ്പെടുന്ന ഈ തീവ്രവാദിയെ നമ്മൾ വധിച്ചിരിക്കുകയാണ് കൺഫേം ആയിട്ട്. അപ്പോൾ അവന്റെ ഡീറ്റെയിലും ഐഡന്റിഫിക്കേഷൻ കാര്യങ്ങളെല്ലാം നമുക്ക് തീർച്ചയായിട്ടും നമുക്ക് ഇത് ഹെൽപ്ഫുൾ ആണ്. അതായത്
ഈ ഗ്ലോബൽ കമ്മ്യൂണിറ്റിയെ, പ്രത്യേകിച്ച് യുണൈറ്റഡ് നേഷൻസ്, അതുപോലെ തന്നെ വെസ്റ്റേൺ കൺട്രീസ്, അമേരിക്കയൊക്കെ പാകിസ്ഥാനോടൊപ്പം വളരെയധികം ദോസ്ത് എന്ന് പറഞ്ഞ് ചേർന്ന് നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ നമുക്ക് വളരെ വ്യക്തമായിട്ട് സോളിഡായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു എവിഡൻസ് ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇവനോടൊപ്പം ഇനിയും രണ്ടുപേരുണ്ടായിരുന്നു. പക്ഷെ ഈ രണ്ടുപേരും ഈ പെഹൽഗാം ആക്രമണത്തിൽപ്പെട്ട ആൾക്കാരാണോ എന്നുള്ളത് ഇതുവരെ കൺഫേം ചെയ്യപ്പെട്ടിട്ടില്ല. മൊത്തത്തിൽ 3 പേരെയാണ് എലിമിനേറ്റ് ചെയ്തിരിക്കുന്നത് ഇന്ത്യൻ ആർമി. ഇത് ശരിക്കും ഇന്ത്യൻ ആർമിക്കായാലും ഓരോ ഇന്ത്യക്കാരനും വളരെ ഇംപ്രസീവ് ആയിട്ടുള്ള ഒരു മൊമെന്റ് ആണ്. ഒരുത്തന്റെ പേര് യാസിർ, ഇനിയൊരുത്തന്റെ പേര് അബു ഹംസ. ഈ രണ്ടുപേരും ഈ പെഹൽഗാം ആക്രമണത്തിൽ പെട്ട ആൾക്കാരാണോ എന്നുള്ളത് ഒന്ന് ഉറപ്പുവരുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതുവരെ അതിന്റെ ഡീറ്റെയിൽസ് ഒന്നും പുറത്തു വന്നിട്ടില്ല. വളരെ പ്രാഥമികമായിട്ടാണ് ഈ ഒരു വിഷയം പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും 29-ാം തീയതി നിങ്ങൾക്ക് കൂടുതൽ വിവരങ്ങൾ ഫുൾ ഡേ ടൈമിൽ ഇതിനെക്കുറിച്ച് മെയിൻ സ്ട്രീം മീഡിയയിൽ മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. ഇതിനെക്കുറിച്ചുള്ള ഫർദർ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വിഷയങ്ങൾ ഇന്ന് തന്നെ മറ്റുള്ള മെയിൻ സ്ട്രീം മീഡിയാസിൽ കൂടുതലായിട്ട് നിങ്ങൾക്ക് അറിയാൻ കഴിയുന്നതാണ്. ഞാനിത് റെക്കോർഡ് ചെയ്യുന്ന ടൈം വളരെ പ്രാഥമികമായിട്ട് ഈ ഒരു വിഷയം പുറത്ത് വന്നുകൊണ്ടിരിക്കുന്ന ആ ഒരു ടൈമിലാണ് ഈ ലിമിറ്റഡ് ആയിട്ടുള്ള വിവരങ്ങൾ ഞാൻ നിങ്ങൾക്ക് പങ്കുവെക്കുന്നത്. ഈ ഒരു ഓപ്പറേഷൻ സക്സസ്ഫുള്ളി നമ്മൾ നടത്തിയത് ശ്രീനഗറിലാണ്, ജമ്മു ആൻഡ് കാശ്മീരിലെ ശ്രീനഗറിൽ. ഓപ്പറേഷൻ മഹാദേവ് തുടർന്നും ഇന്ത്യൻ ആർമി മുന്നോട്ട് കൊണ്ടുപോകും. തീവ്രവാദികൾക്കെതിരെയുള്ള ക്യാമ്പയിനാണിത്. അപ്പൊ അതുകൊണ്ട് തീർച്ചയായിട്ടും ഇതിന്റെ തുടർച്ച ഉണ്ടാവും. 3 തീവ്രവാദികളെ 28-ാം തീയതി എലിമിനേറ്റ് ചെയ്യാൻ കഴിഞ്ഞത് ഇന്ത്യൻ ആർമിക്ക് ഒരു ഇംപ്രസീവ് ആയിട്ടുള്ള ഒരു മൊമെന്റ് തന്നെയാണ്. അതുപോലെ ഇന്ത്യൻ ആർമിയിൽ ഇന്ത്യ ഒരു സ്പെഷ്യൽ ബ്രിഗേഡിനെ പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. രുദ്ര ബ്രിഗേഡ് എന്നാണ് ഒരു ബ്രിഗേഡിന്റെ പേര്. ഈ ബ്രിഗേഡ് വളരെ കോൺഫിഡൻഷ്യൽ ആയിട്ട് ചില കാര്യങ്ങൾ, ചില പ്രാക്ടീസ് ഇവർ ചെയ്യുന്നുണ്ട്. ശരിക്കും കോമ്പാറ്റ്, പ്രത്യേകിച്ച് ബോർഡർ കോമ്പാറ്റ്, ഈ ബോർഡർ വാർഫെയറിൽ എന്തൊക്കെ വിഷയങ്ങൾ ഏതൊക്കെ രീതിയിൽ എഫിഷ്യന്റ് ആയിട്ട് നമുക്ക് ചെയ്യാൻ കഴിയും എന്നുള്ളതിന്റെ ഒരു ട്രെയിനിങ് ആണ് ഈ രുദ്ര ബ്രിഗേഡ്. സ്പെഷ്യലൈസ്ഡ് ഫോഴ്സ് ആണ് ഈ രുദ്ര ബ്രിഗേഡ്. ഇവർ ബോർഡർ കോമ്പാറ്റിൽ മാത്രമാണ് ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. ഇന്ത്യ പാകിസ്ഥാനും ചൈനയ്ക്കുമെതിരെ സ്പെഷ്യൽ ആയിട്ട് ബിൽഡ് ചെയ്യുന്ന ഒരു ഫോഴ്സ് ആണ് ഈ രുദ്ര ഫോഴ്സ്. ഇന്ത്യൻ ഡിഫൻസ് മേഖലയിൽ ഇന്ത്യൻ ആർമിയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ വിവിധ തരത്തിലുള്ള പ്രോജക്റ്റുകൾ ഇനിഷ്യേറ്റ് ചെയ്തുകൊണ്ട് നമ്മളുടെ ഡിഫൻസ് സിസ്റ്റം ശക്തിപ്പെടുത്താൻ വേണ്ടിയിട്ട് പല രീതിയിലുള്ള പ്രോജക്റ്റുകൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അതിലൊന്ന് മാത്രമാണ് രുദ്ര. ഇതുപോലത്തെ പല ബ്രിഗേഡുകൾ ഉണ്ട് ഇന്ത്യൻ ആർമിയിൽ. എന്നാൽ ഇപ്പൊ തൽക്കാലം ഈ ബോർഡർ ഏരിയയുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന വിഷയങ്ങൾ കൂടുതൽ നടക്കുന്നത് കൊണ്ടാണ് ഞാൻ ഈ ഒരു ബ്രിഗേഡിനെ കുറിച്ച് ഓർമ്മിപ്പിച്ചത്. ഈ ബ്രിഗേഡ് റീസെന്റ് ലോഞ്ച് ചെയ്തതാണെങ്കിലും വളരെ എഫിഷ്യന്റ് ആയിട്ടുള്ള ആർമി ഓഫീസേഴ്സിനെയാണ് സെലക്ട് ചെയ്ത് ഈ ഒരു രുദ്ര ബ്രിഗേഡ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഇന്ത്യൻ ആർമി. ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വിഷയങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.